വിനോദസഞ്ചാരികൾ ഏറെ കാത്തിരുന്ന ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് സർവീസുകൾക്ക് ഉടൻ തുടക്കമാകും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിനോദസഞ്ചാരികൾ ഏറെ കാത്തിരുന്ന ഒന്നാണ് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് സർവീസുകൾ. ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഫെബ്രുവരി 21-നോ 22-നോ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ഉണ്ടായിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഫെബ്രുവരി 17-നായിരുന്നു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷത്തിൽ ഇത് മാറ്റിവെക്കുകയായിരുന്നു. 8 കോച്ചുകളാണ് ട്രെയിനിൽ ഉള്ളത്. ശ്രീമാത വൈഷ്ണോദേവി കത്രയിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള 150 കിലോമീറ്റർ ദൂരം വെറും 2.5 മണിക്കൂറിലാണ് വന്ദേ ഭാരത് ട്രെയിൻ പിന്നിടുക. വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നതോടെ കശ്മീർ താഴ്വരയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് എളുപ്പം എത്താൻ സാധിക്കും. ഉധംപൂർ ബാരാമുള്ള റെയിൽ ലിങ്കിലൂടെയായിരിക്കും ഈ വന്ദേ ഭാരത് സർവീസ് കടന്നു പോവുക. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് അത്ഭുതമായ ചെനാബ് പാലത്തിലൂടെയാകും സർവീസ് കടന്നു പോകുന്നത്. ഈഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് ചെനാബ് പാലം. നേരത്തെ തന്നെ ഈ പാതയിലൂടെ വന്ദേ ഭാരത് പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. ശ്രീനഗറിലെ ജനങ്ങൾ ആഘോഷപൂർവ്വമായാണ് താഴ്വരയിലേക്കുള്ള ആദ്യത്തെ വന്ദേ ഭാരതിനെ സ്വീകരിച്ചത്. റൈസി, ബനിഹാൽ എന്നിവയായിരിക്കും സർവീസിനുള്ള ഔദ്യോഗിക സ്റ്റോപ്പുകൾ. കാശ്മീരിൽ ഉണ്ടാകുന്ന കനത്ത മഞ്ഞുവീഴ്ചയിലും മുടങ്ങാതെ സർവീസ് നടത്താനുള്ള സംവിധാനങ്ങൾ ട്രെയിനിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.